ഞാൻ മിനി, വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി വൈനാണ്. ഈസ്റ്ററൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ നമുക്കൊരു വൈനൊക്കെ ഉണ്ടാക്കി വെച്ച് നോക്കിയാലോ. അപ്പോൾ വൈൻ ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോയിട്ട് വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു പൈനാപ്പിൾ 1 കിലോളം ഉണ്ട്. അത് തൊലി നല്ലതുപോലെയൊക്കെ ചെത്തി കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇത് ഇന്നലെ രാത്രിയിൽ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഒട്ടും വെള്ളം ഇരിക്കാൻ പാടില്ല. നമ്മളെടുക്കുന്ന പാത്രത്തിലോ കയ്യിലോ ഒന്നും വെള്ളത്തിൻ്റെ നനവ് ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഇരുന്നാൽ ഇത് പൂത്തുപോകും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ ഇത് കഴുകി ഉണക്കി വെച്ചിരിക്കണം. അതിലിടാനായിട്ട് 1/2 കപ്പ് ഗോതമ്പുണ്ട്, ഒരു കറുവപ്പട്ട, 4-5 ഏലയ്ക്ക, 3-4 ഗ്രാമ്പു. എൻ്റെ ചെറിയ ഗ്രാമ്പു ആയതുകൊണ്ട് 3-4 ഇട്ടിട്ടുണ്ട്. 3/4 കിലോ പഞ്ചസാര, തിളപ്പിച്ച് ആറിയ വെള്ളം 1.5 ലിറ്ററോളം വേണം. 1 സ്പൂൺ ഈസ്റ്റും വേണം. ഈസ്റ്റ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം, എന്നിട്ട് അതിനകത്ത് അവസാനം ഒഴിക്കണം. ഇത്രയാണ് ഇതിന് ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്ക് പൈനാപ്പിളിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെത്തിയെടുക്കാം. കരിന്തൊലി അങ്ങ് ചെത്തി കളഞ്ഞാൽ മതി. ഉള്ളു കയറ്റി ചെത്തേണ്ട കാര്യമില്ല. തൊലിയൊക്കെ കളഞ്ഞു. നമുക്കതിനെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യാം. വലുതായിട്ട് ഇടുന്നവരും ഉണ്ട്, പക്ഷെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ അതാണ് നല്ലത്. അവസാനം അരിച്ചെടുക്കുന്ന ദിവസം പിഴിഞ്ഞൊക്കെ എടുക്കാൻ ചെറുതാക്കി ഇടുന്നതാണ് നല്ലത്. ഇതിന് 1 സ്പൂണോളം ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ. അപ്പം ഞാൻ ഇതേപോലെ ഒരു ഭരണിയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ഭരണി ഇല്ലാന്നുണ്ടെങ്കിൽ കുപ്പി ഭരണി എടുക്കാം. അതിലോട്ട് നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പാത്രം നല്ലതുപോലെ ഉണങ്ങിയതായിരിക്കണം. തലേന്ന് എല്ലാം കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളം നനവില്ലാതെ നല്ലതുപോലെ ഉണക്കി എടുക്കണം. സ്വല്പമെങ്കിലും വെള്ളം നനവ് ഇരുന്നാലും ഇത് പൂത്തു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോകും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പം നമുക്ക് കുറച്ച് ലെയറായിട്ട് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ആദ്യം ഇടാം. പ്ലാസ്റ്റിക്കിലൊന്നും ഇത് ഇടാറില്ല. ഒന്നീ ഗ്ലാസിൻ്റെ ജാറിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജാറിൽ. അത് 1 കിലോളം ഉണ്ട്. ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3/4 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കിലോയ്ക്ക് 1 കിലോ പഞ്ചസാര ചേർക്കാം. ഞാൻ 3/4 കിലോ എടുത്തിട്ടുള്ളൂ. കുറച്ച് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇനി പൈനാപ്പിൾ ഇടാം. തടിയുടെ തവി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ബാക്കി പഞ്ചസാരയും കൂടെ ചേർക്കാം. ഗോതമ്പ് ചേർക്കാം. വീര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗോതമ്പ് ചേർക്കുന്നത്. വീര്യം കിട്ടുന്നത് കണക്കിലധികം വാരിയിടേണ്ട കാര്യമൊന്നുമില്ല. മതി. ഞാൻ 100 ഗ്രാം എടുത്തു. 75 ഗ്രാമോളം ഞാൻ ഇട്ടിട്ടുള്ളൂ. 5 ഏലയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. കറുവപ്പട്ടയുണ്ട്. അതൊന്ന് ഒടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. 4-5 ഗ്രാമ്പും ഉണ്ട്. കറുവപ്പട്ട ഒടിച്ചിട്ടിട്ടുണ്ട്. അതിന് മുകളിലോട്ട് കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് അതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഈ തടിയുടെ തവി വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. എന്നൊരു 2 ലിറ്ററോളം വെള്ളം ഒഴിക്കാം. പക്ഷേ ഇതിന് 3/4 ഇടം മാത്രമേ വെള്ളം നിൽക്കാവൂ. അപ്പോൾ ഒഴിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര വെള്ളം ഒഴിക്കണം എന്നുള്ളത്. 1 കിലോ എടുക്കുമ്പോൾ നമുക്ക് 2 ലിറ്റർ വെള്ളം, 1.25 2 ലിറ്റർ വെള്ളമൊക്കെ ഒഴിക്കാൻ ജാറ് വലുതാണെന്നുണ്ടെങ്കിൽ. ഇത് 21 ദിവസം നമ്മൾ വെച്ചേക്കണം. എന്നും രാവിലെ ഒരേ സമയം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. സ്റ്റീൽ തവി ഒന്നും ഉപയോഗിക്കരുത്. ഈ തവി തന്നെ നമ്മൾ കഴുകി ഉണക്കി വെച്ചിരുന്നാൽ മതി. യാതൊരു കാരണവശാലും വെള്ളം ഒന്നിലും കാണാൻ പാടില്ല. നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോവും.
ഗ്ലാസ് ജാറിലും ചെയ്യാം. പ്ലാസ്റ്റിക്കിൽ യാതൊരു കാരണവശാലും ചെയ്യരുത്. സ്റ്റീലിൻ്റെ പാത്രത്തിലോ ഒന്നും ചെയ്യണ്ട. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3/4 ഭാഗം ഇതുവരെ മതി. 3/4 ഭാഗം വരെ മതി വെള്ളം. കാരണം ഈസ്റ്റുമൊക്കെ ചേർക്കുന്നുണ്ട്, തൂകി പോകാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് 3/4 ഭാഗത്തോളം വെള്ളം ചേർക്കാം. ഇത് 750 ml വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 750 ml നമ്മൾ ഒഴിച്ചു. ഇനി ഒരു 750 ml കൂടെ അതിൽ കൊള്ളുകയില്ല. 3/4 ഇടം മാത്രമേ ഒഴിക്കാൻ പറ്റൂ. നമുക്ക് ഒഴിച്ച് നോക്കാം. മതി, ഒപ്പം കൂടെ ഒഴിക്കാം. മതിയാകും. ഇത് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടെ കലക്കി നല്ലതുപോലെ തിളച്ച് ആറിയ വെള്ളം മാത്രമേ ഇതിനകത്ത് ഒഴിക്കാവൂ. ചൂട് കാണാൻ പാടില്ല. പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പം നമുക്കിതിനെ എന്താണെന്നറിയാമോ? ഇനി ഇതിനെ നമ്മൾ കെട്ടി വയ്ക്കണം. എൻ്റെ ഈ ഭരണിയുടെ അടപ്പ് പൊട്ടിപ്പോയതുകൊണ്ട് ഞാനൊരു സോസറാണ് വെച്ച് അടയ്ക്കാൻ പോകുന്നത്. ആ സോസറിലൊന്നും വെള്ളം ഇരിക്കരുത്. അപ്പോൾ സോസർ വെച്ച് അടച്ചിട്ട് ഒരു തുണി വെച്ച്, ഒരു വെള്ള തുണി വെച്ചിട്ട് കെട്ടണം. വെള്ള തുണി വെച്ചിട്ട് കെട്ടി വയ്ക്കണം. നമ്മൾ ടൈറ്റുള്ള അടപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈറ്റായിട്ട് അടച്ച് വെക്കരുത്. ഇത് ഫെർമെൻറ്റേഷൻ നടക്കുന്നതിന് എയർ വേണം. അതുകൊണ്ട് എയർ ടൈറ്റായിട്ട് നമ്മൾ കെട്ടിവെക്കാൻ അടച്ച് വെക്കരുത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം വെച്ച് അടച്ചാലും മതി. എന്നിട്ട് നമ്മളൊരു തുണി വെച്ച് കെട്ടിക്കൊടുക്കണം. എന്നിട്ട് സൂര്യപ്രകാശം തട്ടാത്ത രീതിയിൽ കൊണ്ടുവയ്ക്കണം. അലമാരയിലോ കട്ടൻ്റെ കീഴിലോ എവിടെയെങ്കിലും കൊണ്ട് വെച്ചേക്കണം. 21 ദിവസം ഇങ്ങനെ വെച്ചേക്കണം. ഇങ്ങനെ അങ്ങ് വെച്ചിരുന്നാൽ പോരാ. എല്ലാ ദിവസവും ഒരേ സമയം എടുത്തത് നമ്മളൊന്ന് കലക്കി കൊടുക്കണം. ഒരേ സ്പൂൺ തന്നെ ആയിരിക്കണം ഉപയോഗിക്കുന്നത്. നനവൊന്നും കാണരുത്. ഇനി നമുക്ക് കൊണ്ടുവയ്ക്കാം. രാവിലെ ആണെങ്കിൽ രാവിലെ ചെയ്യണം, വൈകിട്ടാണെങ്കിൽ വൈകിട്ട് ചെയ്യണം. ഓക്കെ, നമുക്കത് സൂക്ഷിച്ചു കൊണ്ടുവയ്ക്കാം. ഇനി നമുക്ക് 22-ാം ദിവസം കാണാം. പൈനാപ്പിൾ വൈൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് 21 ദിവസം കഴിഞ്ഞു. 22-ാം ദിവസമാണ്. നമ്മളതിൻ്റെ കെട്ടഴിക്കാൻ പോവുകയാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാനാകും. ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസവും അത് കലക്കി കൊടുക്കുമായിരുന്നു. നല്ല പൈനാപ്പിൾ വൈൻ റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ അരിച്ചെടുക്കാം. അരിച്ചൊഴിക്കാനായിട്ട് നമ്മളൊരു സ്റ്റീൽ ചരുവം എടുത്തിട്ടുണ്ട്. സ്റ്റീൽ ചരുവത്തിൻ്റെ മുകളിൽ ഒരു തുണി കെട്ടിയിട്ടുണ്ട്. തുണിയോ തോർത്തോ നല്ല വൃത്തിയുള്ളൊരു തുണിയായിരിക്കണം. അതിന് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാം. അത് ഈ തവി വെച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം. കലക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ അടിമട്ടൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്, മറ്റേതിനകത്തും ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ അടിമട്ടാണിത്. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ്, പൈനാപ്പിൾ കഷ്ണങ്ങളെല്ലാം ഇത് കിടപ്പുണ്ട്. ഇത് പിഴിഞ്ഞെടുത്ത് വേറെ മാറ്റി വെച്ചെന്നാൽ മതി. അടിമട്ട് കുറേ അതിനകത്ത് ഒഴിച്ചാൽ ശരിയാകത്തില്ല. പൈനാപ്പിൾ വൈൻ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുക്കുമ്പോൾ ഇത് കലങ്ങി ഈ നിറത്തിലായിരിക്കും കിട്ടുന്നത്. അത് കുറച്ച് നേരം നമ്മൾ ആ പാത്രത്തിൽ വെക്കുമ്പോൾ ഈ നിറത്തിൽ കിട്ടും. കുറച്ചും കൂടെ നമ്മൾ വെച്ചിരുന്നാൽ നല്ല തെളിയായിട്ടുള്ള വൈൻ കിട്ടും. പിന്നെ ഇതേപോലെ നമ്മൾ അധികം വരുന്നത് ആ ഭരണിയിൽ തന്നെ നമ്മളങ്ങ് ഒഴിച്ച് വെക്കുന്നതാണ് നല്ലത്. അതിൽ തന്നെ ഇരുന്ന് അടിഞ്ഞോണ്ടും. അപ്പോൾ നമുക്ക് തെളി ഊറ്റിയെടുത്ത് വേറെ കുപ്പിയിലാക്കി വെച്ചിരുന്നാൽ മതി. ഇതേപോലുള്ള കുപ്പിക്കകത്താക്കി വയ്ക്കാം. നിറമുള്ള കുപ്പിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് അഥവാ വെള്ള കുപ്പിയിലാണ് വെക്കുന്നുണ്ടെങ്കിൽ അത് അലമാരയിലോ വല്ലതും അടച്ച് വേണം വയ്ക്കാൻ. ലൈറ്റ് വെട്ടത്തതും വയ്ക്കാതിരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, വൈൻ ഉണ്ടാക്കുമ്പോൾ 1 കിലോ പൈനാപ്പിൾ എടുക്കുന്നുണ്ടെങ്കിൽ 1 കിലോ പഞ്ചസാര തന്നെ ഉപയോഗിക്കണം. ഞാൻ അന്നേരം എടുത്തപ്പോൾ സ്വല്പം കുറച്ചായിരുന്നു പഞ്ചസാര. പിന്നെ എനിക്ക് കുറച്ചുകൂടെ പഞ്ചസാര വേണമെന്ന് തോന്നി. ഞാൻ ആ ബാക്കി പഞ്ചസാരയും കൂടെ ഉപയോഗിച്ചിരുന്നു. അതിനകത്ത് ഇട്ട പട്ട, ഒരുപാട് പട്ട കൂടാൻ പാടില്ല. പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക വളരെ മിനിമത്തിലിട്ടാൽ മതി. അത് ഞാൻ ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനതെടുത്ത് മാറ്റി. ഭയങ്കര മണമായതുകൊണ്ട് അങ്ങെടുത്ത് മാറ്റി. അപ്പോൾ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അഥവാ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു തുണിക്കകത്ത് കിഴി കെട്ടി അതിനകത്ത് ഇട്ടിട്ട് ഒരു 6-7 ദിവസം കഴിയുമ്പോൾ അത് എടുത്ത് മാറ്റിയാൽ മതി. ഗോതമ്പ് ഇടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല.
ഒന്നും അധികം ആവാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ വൈൻ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഭരണി കഴുകി ഉണക്കിയതിന് ശേഷം ഈ വൈൻ നമ്മൾ അതിൽ ഒഴിച്ച് വെച്ചിരുന്നാൽ നമുക്കത് നല്ലതുപോലെ തെളിഞ്ഞ് കിട്ടും. തെളിയുന്നത് മാത്രം മാറ്റി മാറ്റി കുപ്പിക്കകത്താക്കി വെച്ചിരുന്നാൽ മതി. യാതൊരു കാരണവശാലും നനവുള്ള തവിയോ പാത്രങ്ങളോ ഒന്നും ഇതിനായിട്ട് ഉപയോഗിക്കരുത്. ഇത് കേടായി പോകും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇത് ഒരു 3 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് പതഞ്ഞ് വരും. അപ്പോൾ അത് കേടായി പോയതാണ് എന്ന് വിചാരിക്കരുത്. കേടായി പോകുന്നതൊന്നുമല്ല, അതിൻ്റെ രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതാണ്. പിന്നെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ നല്ല തെളിഞ്ഞിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ വൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിരസത തോന്നിയേക്കാം, പക്ഷേ ആർക്കും തെറ്റ് പറ്റരുതെന്ന് കരുതിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. നന്ദി, നമസ്കാരം.